ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിടുന്ന വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. 4 ഡോറും അടച്ചിട്ടുണ്ട്. ഈ പട്ടിയാള ശല്യം അല്ലാണ്ടേ കിടന്നിങ്ങനെ കുരക്കി പുറത്തുനിന്നൊക്കെ. അതിലേക്കോട്ടെ. അപ്പോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് വലിയൊരു അപരാധമായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര കാണുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അവരൊക്കെ ചെയ്ത കുറെ ഊളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഈ 4 ഡോർ അടച്ച് കാറിന്റെ അകത്ത് ഇരുന്നിട്ട് അത്രേ ഉള്ളൂ. അതാണ് ഇവർക്കൊക്കെ ഒരു കുഴപ്പം എന്നുള്ളതാണ്. യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ ഫെയർ യൂസ് എന്ന പരിപാടി അവസാനിപ്പിക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആളുകൾ നിർത്തുമായിരിക്കാം. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് അല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയതാണോ മറ്റോ ഉണ്ടാക്കിയാണോ നോക്കാനും നിൽക്കൂല, റിയാക്ട് ചെയ്യും. അതങ്ങനെയാണ് അതിന്റെ ഒരു ഇരിപ്പുവശം എന്നുള്ളതാണ്. എന്തായാലും ചാച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടാ. സീക്രട്ട് ഏജന്റിനുള്ള മറുപടി ആണെങ്കിൽ പോലും കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന നമ്മൾക്കും കൂടി ഒരു കൊട്ടല്ലേ. അപ്പൊ പിന്നെ നോക്കാം. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. പറയൂ. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൾക്കാരെ അറിയട്ടെ ചിലതൊക്കെ അദ്ദേഹം ഈസി കൊടുത്തത് അറിയട്ടെ എന്ന് അറിഞ്ഞ് ചെയ്യണം. ഓക്കെ. അപ്പം പക്ഷെ ചേച്ചിയെ വിമർശിച്ചത് വേറൊരു രീതിയിലാണെന്ന്. എങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ റിയാക്ഷൻ വീഡിയോ. പറയൂ. ചേച്ചി ചെയ്തതില് പെർഫ്യൂമിന്റെ വീഡിയോയില് അതില് കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കേറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ബാക്കിയൊക്കെ ചേച്ചി സപ്പോർട്ടാണ്. ശരി, ഞാൻ BGM ഇട്ടതിന് അതിനെന്താ കുഴപ്പം? ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിടുന്ന വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. എന്റെ പൊന്ന് ചാച്ചി വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. കാര്യം മനസ്സിലായി. നിങ്ങൾ കാര്യത്തിലേക്ക് കടക്ക്. മ്യൂസിക് ഇട്ടു എന്ന് പറഞ്ഞപ്പോ അതിന് എന്നൊരു ചോദ്യം ചോദിച്ചു അല്ലേ. എന്താണ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് കേൾക്കണ്ടേ? നിങ്ങൾ കാത്തിരിക്കുന്നത് ആ തമ്പനയിലുള്ള സാധനം തന്നെയാണ്. കാണാം. ഞാനൊരു കണ്ടന്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതെന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. That's called a creativity. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. യെസ് ക്രിയേറ്റീവായി ചിന്തിക്കണം. ഏകദേശം 5-8 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ടുണ്ട് രേണുസുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വീഡിയോകൾ ചെയ്തിട്ട്. പെർഫ്യൂം കൊടുത്തതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. 50 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പല വീഡിയോസും അത്യാവശ്യം നല്ല റീച്ചാണ് കേട്ടോ. അപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ആണ് ചേച്ചി ചെയ്തിരുന്നത്. കണ്ടന്റ് ക്രിയേഷൻ. ആ പെർഫ്യൂം കൊടുക്കുന്നു, ആ രേണുവിന്റെ കരച്ചിലെടുക്കുന്നു, ആ കിച്ചുവിന് കൊടുക്കുന്നു, ആ കിച്ചുവിന്റെ കരച്ചിലെടുക്കുന്നു. മൊത്തത്തില് ഒരു കണ്ടന്റ് ക്രിയേഷൻ. അന്നത് ചൂണ്ടിക്കാണിച്ചു സായിയൊക്കെ. ആ സമയത്ത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സങ്കടമാണ് ആദ്യം തോന്നിയത്. അന്നൊക്കെ രേണുവിന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്കത് കത്താൻ ടൈം എടുത്തു. കണ്ടന്റ് ക്രിയേഷനെ ഒരു മ്യൂസിക് ഇടുന്നു, 4 ക്യാമറ വെക്കുന്നു, പല ആംഗിളിൽ നിന്ന് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഹൈലൈറ്റ് ഇടുന്നു. അത് കണ്ടന്റ് ആണ് കേട്ടോ. ആ കണ്ടന്റ് വിറ്റ് കാശാക്കിയിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. കൊള്ളാം ചേച്ചി, കൊള്ളാം. ചേച്ചി അന്ന് ചെയ്ത ആ ഒരു കണ്ടന്റ് ഒന്ന് കണ്ടാലോ? ഒന്ന് ഓർമ്മിപ്പിക്കാം. കാണാം. ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇടുന്നുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. എന്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫ്യൂം ആക്കി കൊണ്ടുതരും കേട്ടോ. അതിനു മുമ്പായിട്ട് സുചേട്ടൻ്റെ ആ സാന്നിധ്യം ഇവിടെ ഒന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോ നമ്മളിന്ന് വന്നതിന്റെ ലക്ഷ്യം ആ ഒരു പെർഫ്യൂം കൊടുക്കാനായിരുന്നു. അത് ഞാൻ കൊടുത്തു. എൻ്റെ കൺമുന്നിൽ രേണു അതൊന്ന് ഓപ്പൺ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. സുധിച്ചേട്ടനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരത്തില്ല, വിയർപ്പൊക്കെ ആയിട്ട്. അതേ മണം തന്നെ സെയിം ആണ് സുധിച്ചേട്ടൻ. ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേട്ടന വരുമ്പോൾ ഉള്ള ആ സ്മെല്ല്
ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്നൊരു ക്യാമറ, സൈഡിൽ നിന്നൊരു ക്യാമറ, 4 ക്യാമറ വരെ ഞാൻ കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ 2 ക്യാമറ ഇനി എവിടെയെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ആ പാവങ്ങൾ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് ആ പെർഫ്യൂമും അവിടെ കൊടുത്തിട്ട് അത് മണപ്പിച്ചിട്ട് എന്റെ മുന്നിൽ തന്നെ നിങ്ങൾ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ. എന്നാ അന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായില്ലേ? പക്ഷെ അതൊക്കെ കണ്ടന്റ് ആയിരുന്നടോ. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണെന്ന രീതിയിലൊക്കെ അല്ലേ ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പാവങ്ങളുടെ കണ്ണുനീര് കണ്ടന്റ് ആക്കി. കൊള്ളാം. നമ്മളെ പോലെ ഒരു കാറിലിരുന്ന് 4 ഡോറും അടച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വർത്താനം പറയല്ലേ. നിങ്ങളിത് കണ്ടന്റ് ആക്കി പുറത്ത് വിട്ടു, ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ല കേട്ടോ. പെർഫ്യൂം ഇനി കിച്ചുവിനെ കൊണ്ട് മണപ്പിക്കുന്നുണ്ട്. കിച്ചു, എനിക്ക് എന്താ പറയാനുള്ളേ? അച്ഛൻ്റെ സ്മെല്ലാകെ ഓർമ്മ. ലാസ്റ്റ് ഉമ്മ ഒരു മരിച്ചതിന് ശേഷം ആ മണ്ണാണോ ഇപ്പൊ കിട്ടിയ? അച്ഛൻ കൂടെ ഉണ്ടല്ലോ, അവിടെ ചിരിച്ചിരിക്കണ്ടല്ലോ. അതിന്റെ ഇടയിലേ അവർ ചിരിച്ച കേട്ടാ. അവരൊന്ന് ചിരിച്ചു. ആ മണം തന്നെയല്ലേ കിട്ടിയേ എന്ന് ചോദിക്കുമ്പോ കിച്ചു തലയാട്ടിയപ്പോ സന്തോഷമായി. അത് തന്നെ കിട്ടിയിട്ടുള്ളത്. അവരും അത് തന്നെ പറഞ്ഞു. ആ ഒരു സാധനം സത്യം പറയട്ടെ, ആരാണ് സത്യത്തിലൂടെ ഊളത്തരം ചെയ്തിട്ടുള്ളത്? ഇവിടെ സീക്രട്ട് ഏജന്റ് ചെയ്ത കാര്യത്തിൽ എനിക്ക് യാതൊരു സപ്പോർട്ടും ഞാൻ തോന്നിയിട്ടില്ല കേട്ടോ. 48ഓളം വീഡിയോസ് ചെയ്തു. ആ വീഡിയോസിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ലോകത്തിൽ വേറെ ഒരാൾക്കും ഈ ഒരു അസുഖം വരാത്തത് പോലെയുള്ള ഒരു പെർഫോമൻസ് ആണ് പല ആളുകളും കാഴ്ചവെച്ചെന്നുള്ളതാണ്. ഓക്കെ, ചെയ്യേണ്ടവരൊക്കെ ചെയ്യടോ, സഹായിക്കേണ്ടവരൊക്കെ സഹായിക്കടോ, പ്രാർത്ഥിക്കേണ്ടവരൊക്കെ സഹായിക്കടോ. എന്റെ പ്രാർത്ഥനയിൽ രേണുസുധിയുണ്ട്. പക്ഷെ ഒരുപാട് അർഹരായ ആളുകളുണ്ട് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അവരെ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? എന്റെ കണ്ടന്റ് ആണെന്നാ പറഞ്ഞത്. കണ്ടന്റ് ആണെന്നുള്ളത്. ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത് എന്ന് രേണുസുധി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആരുമില്ല എന്നുള്ളത്. ആകെ ഉള്ളത് എന്താ? ചേച്ചി, അച്ഛൻ, അമ്മ, പിന്നെ ആ വീട്ടിലുള്ള കുറച്ച് ആളുകൾ. അതല്ലാതെ ആരുമില്ല എന്നുള്ളത്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും അവസ്ഥ. നമ്മുടെ നിഴലെങ്കിലും നമ്മുടെ കൂടെ ഉള്ളത് വലിയ കാര്യം എന്നുള്ളതാണ്. പല ആളുകളുടെ കൂടെ അവരുടെ നിഴല് പോലും ഉണ്ടാവില്ല. സീക്രട്ട് ഏജന്റ് ആള് 48 വീഡിയോയിൽ കിട്ടിയ വരുമാനത്തിന് കുറച്ച് തുക കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ സീക്രട്ട് ഏജന്റ് ഉദ്ദേശിക്കുന്നത് രേണുസുധിയെ വെച്ച് ചെയ്ത എല്ലാവരും ഒരു നിശ്ചിത. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്നു മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ്, അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ദാറ്റ്സ് ഇറ്റ്. ആ കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോ തന്നെ ആ സാധനമൊക്കെ പോയി കിട്ടി. അത്രേ പറയുന്നുള്ളൂ. എന്തായാലും 2 വർഷത്തോളം, ഏകദേശം 10-24 മാസത്തോളം അവർക്ക് ടമാർ പടാർന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് രേണുസുധിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിശ്ചിത എമൗണ്ടിന്റെ ഒക്കെ ഇരട്ടിക്കിരട്ടി അവർ തന്നെ കണ്ടന്റ് ക്രിയേഷനിലൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കണ്ട വീഡിയോസ് കയറിയാലും ഇത് കാണും. അല്ലെങ്കിൽ കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്ത വീഡിയോസ് ഒന്ന് കണ്ടുനോക്ക്. എന്നിട്ട് അതിന്റെ റവന്യൂ ഒക്കെ ഒന്ന് കണക്കാക്കി വെക്കും. 5-8 ലക്ഷം റുപ്യ അതിന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ 24 മാസം കൊണ്ട് അത്രത്തോളം പൈസ ഒരാളെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ കണ്ടന്റ് ആക്കി. അതോട് കൂടിയിട്ട് ടമാർ പടാർ. രേണുചേച്ചിനെ വിളിച്ചായിരുന്നോ? പിന്നെ എന്താണ്? രേണുചേച്ചിനെ ഞാൻ രേണുവിനെ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. കിച്ചു കാണാൻ വരില്ല എന്നൊക്കെ വിഷമം പറഞ്ഞായിരുന്നു. പിന്നെ കണ്ടുവെന്നും പറഞ്ഞു. എന്തോ സ്പെഷ്യൽ കാര്യങ്ങളാണ്, നമ്മളതിൽ ഇടപെടാൻ ആരുമല്ല. അത് അമ്മ മകൻ തമ്മിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ തെറ്റില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മറുപടിയാണ്. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം വന്നിട്ടൊരു കലവടക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് സായിക്ക് നിങ്ങൾ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ വാക്കുകളാണ്. 4 ക്യാമറ വെച്ച് ഞാൻ ഇനിയും എടുക്കും, അതുപോലെ തന്നെ മ്യൂസിക് ഞാൻ അതിൽ കുത്തിക്കയറ്റി, മ്യൂസിക് ഡയറക്ടറെ ഞാൻ ചിലപ്പോൾ കൊണ്ടുവരും, അതൊക്കെ എന്റെ കണ്ടന്റ് ആണ് എന്നുള്ളത്. അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുണ്ടായിരുന്നല്ലോ, അതും നിങ്ങൾക്ക് കണ്ടന്റ് ആണോ? അല്ല, സംഭവം ശരിയാണ്. കിച്ചു കരഞ്ഞപ്പോ, കിച്ചുവിന്റെ മുഖമൊന്ന് മാറിയപ്പോ അച്ഛന്റെ സ്മെല്ല് തന്നെ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ആ എന്നവന്റെ മറുപടിയിൽ നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയും വന്നില്ലേ? ഒക്കെ ക്യാമറ കണ്ണിൽ കിടക്കുന്നുണ്ട്. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നോക്കിക്കോളൂ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. കണ്ടന്റ് ആണ് കണ്ടന്റ്. എന്ത് പറയാനാ, നമ്മൾ ഇത്തരം കണ്ടന്റുകൾ തുറന്നു കാണിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. രേണുസുധിയുടെ ഈ ഒരു അസുഖ സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്?
അവര് റീച്ചിന് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സോറി നോ കമന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിവായി പോകാം, പക്ഷെ ചർച്ചയിൽ വരിക തന്നെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, കഴിയുന്ന ആളുകളെ സഹായിക്കുക. ഞാൻ എന്നും പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ലാത്തവരെയും കൂടി സഹായിക്കാനൊരു ശ്രമം നടത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഡപ്പാൾ സൈനിങ് ഓഫ്.